ഹലോ എവ്രിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടി പൊസസീവ് ആയിട്ടാണ് പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് നമുക്ക് വളരെ പ്രാക്ടിക്കലായിട്ട് ഡീൽ ചെയ്യാൻ സാധിക്കുക, അതിനെക്കുറിച്ചാണ്. അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന 5 പ്രധാനപ്പെട്ട വഴികളെ കുറിച്ച് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനൊരു സൊല്യൂഷൻ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാൻ മറക്കരുത്. ഫസ്റ്റ് വൺ, അവർക്ക് ഒരു സെക്യൂർ ഫീലിംഗ് എപ്പോഴും കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അവരെ സ്നേഹിക്കില്ല, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുമായിട്ട് കൂട്ടുകൂടുന്ന സമയത്ത് എന്നെ മറക്കുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു ഇൻസെക്യൂരിറ്റിയാണ് പ്രകടിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് ആ ഒരു സെക്യൂരിറ്റി ഫീലിംഗ് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കണം. അതായത് നിങ്ങൾ അവരെ ചീറ്റ് ചെയ്യില്ല, തീർച്ചയായും ഒരു കമ്മിറ്റഡ് മൈൻഡോട് കൂടി തന്നെയാണ് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള ഒരു ഉറപ്പ്, അത് വാക്കുകൊണ്ടാണെങ്കിലും അവരോട് സംസാരിക്കുക അല്ലെങ്കിൽ അവരോട് അത് പറയുക എന്നുള്ളതാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് ഉണ്ടാക്കി കൊടുക്കരുത്. അത് നിങ്ങളുടെ പ്രവൃത്തിയിലൂടെയോ അല്ലെങ്കിൽ വാക്കിലൂടെയാണോ അധികം വരുന്നത്. അപ്പൊ അത് മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് സെക്യൂർ ആണ് ആ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ലവ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. രണ്ടാമത്തെ കാര്യം, ഇതേ കാര്യം കൊണ്ടാണ് പൊസസീവ്നെസ് കാണിക്കുന്നത്, അതായത് ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഓവറായിട്ട് പൊസസീവ്നെസ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അതിന് പുറകിൽ മറ്റെന്തെങ്കിലും ഒരു റീസൺ ഉണ്ടായിരിക്കും. അതായത് നിങ്ങളുടെ ഭാഗത്തുനിന്നും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരുപാട് ഫീമെയിൽ ഫ്രണ്ട്സ് ഉണ്ട്, അവരൊന്നും നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നില്ല, അവരുമായിട്ട് നിങ്ങൾ ഒറ്റയ്ക്കാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്, അവരെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയോട് അവരെ കുറിച്ചാണ് കൂടുതലായിട്ട് സംസാരിക്കുന്നതും അതും പുകഴ്ത്തിയാണ് സംസാരിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലാണ് പലപ്പോഴും ഈ പൊസസീവ്നെസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ചെറുതായി ഉണ്ടായിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് അത് വലുതായി വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫീമെയിൽ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരുമായിട്ട്, അതായത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ നിങ്ങളുടെ ഫീമെയിൽ ഫ്രണ്ട്സിനെ ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരവരോടൊപ്പം ഹാങ് ഔട്ട് ചെയ്യുകയോ പുറത്തു പോവുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ആ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ഉണ്ടാകില്ല. മാത്രമല്ല, പ്രത്യേകിച്ച് നിങ്ങൾ ഒരു കാര്യവും ഹൈഡ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ഉറപ്പും ഇവരുടെ മനസ്സിലുണ്ടാവും. അതുകൊണ്ട് തന്നെ പൊസസീവ്നെസ് പിന്നീട് കാണിക്കില്ല. സോ ഫീമെയിൽ ഫ്രണ്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അവരോടൊപ്പം ഇവരെയും കൂട്ടിക്കൊണ്ടായിരിക്കണം പലപ്പോഴും നിങ്ങൾക്ക് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുള്ള സന്ദർഭങ്ങളിലൊക്കെ അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. മൂന്നാമത്തെ കാര്യം, ചില കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മനസ്സിലാവാത്തതിന്റെ പ്രശ്നം കൊണ്ടോ ആയിരിക്കും ഇത്തരത്തിൽ ഓവർ പൊസസീവ്നെസ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ ലൈഫിൽ അവനവന്റെ സ്പേസിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതിനെ കുറിച്ച് അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. സ്പേസ് എന്ന് പറയുന്ന സമയത്ത് ഓരോ വ്യക്തിക്കാണെങ്കിൽ, ഇപ്പോൾ റിലേഷൻഷിപ്പിലാണ് എന്നുള്ളത് കൊണ്ട് ഒരു വ്യക്തിക്ക് അവരുടെ ആ ഒരു പേഴ്സണൽ സ്പേസ് ഒരിക്കലും നഷ്ടമാകരുത്. ആ ഒരു പേഴ്സണൽ സ്പേസും അവർക്ക് എൻജോയ് ചെയ്യാനോ അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് അവർക്ക് അനുഭവിക്കാനോ സാധിക്കുമ്പോഴാണ് ആ റിലേഷൻഷിപ്പ് എഫക്റ്റീവായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും നിരന്തരം ഇവരെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുക, തികച്ചും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കണം. അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, അല്ലെങ്കിൽ ഇതൊരു വ്യക്തിയുടെ തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അവനവന്റെ സ്പേസ് ആണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം. നാലാമത്തെ കാര്യം, ഇങ്ങനെ ഓവർ പൊസസീവ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ പൊസസീവ്നെസ് കാണിക്കുന്നതോ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും തികച്ചും ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് അവരോട് കള്ളങ്ങൾ പറയുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു വെച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും ഒഴിവാക്കാൻ ശ്രമിക്കുക. ഫൈനലി, അവരുമായി ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അതായത് നിങ്ങൾ എല്ലായ്പ്പോഴും മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആണ്, ഇവരോട് കൃത്യമായി സംസാരിക്കാനോ അല്ലെങ്കിൽ അവരോടൊപ്പം ഹാങ് ഔട്ട് ചെയ്യാനോ ടൈം കണ്ടെത്തുന്നില്ല, ഒരു കാര്യവും കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, ഡിസ്കസ് ചെയ്യുന്നില്ല, അവരുടെ ഒപ്പീനിയൻ ചോദിക്കുന്നില്ല, ഇങ്ങനെയൊക്കെയാണ് റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ റിലേഷൻഷിപ്പിൽ അവർക്കൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുമായിട്ട്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൃത്യമായി ഉറപ്പുവരുത്തുക. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഇൻസെക്യൂരിറ്റി ഫീലോ അല്ലെങ്കിൽ ഇത് കാരണം ഉണ്ടാകുന്ന പൊസസീവ്നെസ്സോ ഉണ്ടെങ്കിൽ അത് മാറാൻ സഹായിക്കും. അപ്പോൾ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിൽ ആരെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.